കിഡ്സേരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സേരിയ ഓൺലൈൻ ക്ലാസ് 7 അടിസ്ഥാന പാഠാവലി. കേരള സിലബസ് കുട്ടികൾക്കുള്ള അടിസ്ഥാന പാഠാവലി ഓണം എക്സാം ടെക്സ്റ്റ് ബുക്ക് റിവിഷൻ ആണ്. ഓണം എക്സാം അടിസ്ഥാന പാഠാവലിയിൽ 1-ാമത്തെ യൂണിറ്റ് ആണ് കതിർചൂടും നാടിൻ പെരുമകൾ. അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, 3 പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നമുക്കൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എക്സാമിന് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, അതിൽ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഗ്രാമശ്രീകൾ. ആദ്യത്തേത് ഗ്രാമശ്രീകൾ. ഗ്രാമശ്രീകൾ 1-ാമത്തേത് ഗ്രാമശ്രീകൾ. ഗ്രാമശ്രീകൾ എന്ന കവിത മാധവി അമ്മയുടേതാണ്. മാധവി അമ്മ, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ആദ്യം ഗ്രാമശ്രീകൾ എന്ന കവിതയെക്കുറിച്ച് നമുക്ക് നോക്കാം. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരമാകും. നാണിച്ചു പോകുന്നു. നാണിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അറിയാലോ, നാണിച്ചു പോകുന്നു, നാണം വരുന്നു. നീളൻ കുട ചൂടി ഞാൻ ഈ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. വരമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പാടം, വയൽ. ആ വയലിലെ വരമ്പ്, വരമ്പിന്റെ കൊതുമ്പ്. കൊതുമ്പ് എന്ന് പറഞ്ഞാൽ അരികാണ്. കൊതുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അരിക്. അപ്പോൾ ഈ ഈ വരമ്പിന്റെ അരികിൽ ഞാൻ നിൽക്കുമ്പോൾ, എങ്ങനെ നിൽക്കുമ്പോൾ? നീളൻ കുട ചൂടി നിൽക്കുമ്പോൾ നാണിച്ചു പോകുന്നു. ഈ വരമ്പിന്റെ അരികിൽ നീളൻ കുട ചൂടി നിൽക്കുമ്പോൾ ഞാൻ നാണിച്ചു പോകുന്നു. ഈ 2 വരിയുടെ അർത്ഥം മനസ്സിലായല്ലോ. വരമ്പിന്റെ കൊതുമ്പിൽ, വരമ്പിന്റെ അരികിൽ, പാടത്തിന്റെ അരികിൽ ഞാൻ നീളൻ കുട, നീളമുള്ള കുട ചൂടി. നീളൻ അറിയാലോ, അതിന്റെ പിടിക്കുന്ന ആ പിടി നീളമുള്ളത്, നല്ല നീളമുള്ള കുട. നീളൻ കുട ചൂടി നിൽക്കുമ്പോൾ നാണിച്ചു പോകുന്നു. കാരണം എന്താണെന്ന് നോക്കാം. ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. നിങ്ങൾ ഈ ലോകത്തിലെ ഏത് വിദ്യാലയത്തിലാണ് സഹോദരിമാരെ നിങ്ങൾ പഠിച്ചത്? ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. സഹോദരിമാരെ, നിങ്ങൾ ഈ ലോകത്തിലെ ഏത് വിദ്യാലയത്തിലാണ് നിങ്ങൾ പഠിച്ചത്? എന്താണ് പഠിച്ചത് നമുക്ക് നോക്കാം. കൈവശമാക്കുവാൻ ഈ കലാവൈഭവമേതൊരു അധ്യാപകൻ കൂട്ടുനിന്നു. ഈ കലാവിദ്യ നിങ്ങൾക്ക് കൈവശമാക്കുവാൻ, ഈ സാമർഥ്യമുള്ള വൈഭവം, സാമർഥ്യം, ഈ സാമർഥ്യമുള്ള ഈ കലാവൈഭവം എന്ന് പറഞ്ഞാൽ ഈ കല, സാമർഥ്യമുള്ള ഈ കല നിങ്ങൾ പഠിച്ചെടുക്കുവാനായിട്ട് ഏത് അധ്യാപകനാണ് നിങ്ങൾക്ക് കൂട്ടുനിന്നത്? ഏത് കലയാണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 6 വരി പറഞ്ഞു. ഈ 6 വരിയിൽ പറയുന്നത് ഈ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. നീളൻ കുട ചൂടി ഞാൻ ഈ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. നീളമുള്ള കുട ചൂടി ഈ വരമ്പിന്റെ അരികിൽ നിൽക്കുമ്പോൾ ഞാൻ നാണിച്ചു പോവുകയാണ്. സഹോദരിമാരെ, ലോകത്തിലെ ഏത് വിദ്യാലയത്തിലാണ് ഇത് നിങ്ങൾ പഠിച്ചത്? ഈ വിദ്യ കൈവശം, ഈ കലാവൈഭവം, ഈ കലാസാമർഥ്യം നിങ്ങൾക്ക് കിട്ടുവാൻ, നിങ്ങൾക്ക് പഠിക്കുവാൻ ഏത് അധ്യാപകനാണ് നിങ്ങൾക്ക് കൂട്ടുനിന്നത്? എന്താണ് പഠിച്ചത്? കന്നിനെൽ കണ്ട മുഴുതുമറിക്കുന്നു, മണ്ണിന്റെ പുതുമണം പൊങ്ങിടുന്നു, ഉണ്ണിക്കതിരോന്റെ പൊൻനുക പാടേറ്റു വിണ്ണിൻ വെളിപ്പാടും ചോന്നിതല്ലോ. കന്നിനെൽ കണ്ട മുഴുതുമറിക്കുന്നു. വിത്തിറക്കാൻ വേണ്ടിയിട്ട് നിലം എന്ത് ചെയ്യാണ്? ഉഴുതുമറിക്കുകയാണ്.
മണ്ണിൻ പുതുമണം പൊങ്ങിയിടുന്നു. ആ നിലം ഉഴുതുമറിക്കുമ്പോൾ മണ്ണിന്റെ പുതുമണം, ആ പുതുമണം ഉയരുകയാണ്. പുതുമണം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ? മഴ പെയ്യുമ്പോഴുള്ള പുതുമണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ നിലം വിത്തിടാനായിട്ട് ഉഴുതുമറിക്കുമ്പോൾ മണ്ണിന്റെ പുതുമണം ഉയരുകയാണ്. ഉണ്ണിക്കതിരോന്റെ പൊൻനുകപ്പാടേറ്റു വിണ്ണിൻ വെളിപ്പാടും ചോന്നിതല്ലോ. ഉണ്ണിക്കതിരോൻ എന്ന് പറഞ്ഞാൽ ഉദയസൂര്യൻ. ഉണ്ണിക്കതിരോൻ, അത് രാവിലെയുള്ള സൂര്യനെയാണ് ഉണ്ണിക്കതിരോൻ. രാവിലെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന ആ ഒരു സൂര്യനില്ലേ, ആ സൂര്യനെയാണ് ഉണ്ണിക്കതിരോന്റെ പൊൻനുക, സ്വർണരശ്മികൾ അതിൻ്റെ ആ പാടേറ്റ് വിണ്ണിൻ വെളിപ്പാടും ചോന്നിതല്ലോ. വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം, ആകാശമെങ്ങും ചുവന്നതായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. വിത്തിടാൻ വേണ്ടിയിട്ട് നിലം ഉഴുതുമറിക്കുകയാണ്. അപ്പോൾ മണ്ണിന്റെ പുതുമണം ഉയരുന്നുണ്ട്. ഇനി വേറെന്താ നടക്കുന്ന ആ സമയം? ഉദയസൂര്യന്റെ ആ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യന്റെ ആ പൊൻനുകപ്പാടേറ്റ് നമ്മുടെ ഈ സ്വർണരശ്മികളേറ്റ് വിണ്ണിൻ വെളിപ്പാടും ചോന്നിതല്ലോ. ആകാശമെങ്ങും ചുവന്നുവല്ലോ. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റന്യോന്യം ചൊല്ലി വിളിക്കയായി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് നെൽക്കണ്ടം ഉഴുതുമറിക്കുകയാണ്, പുതുമണം പൊങ്ങിടുകയാണ്. അത് ഏത് സമയത്താണ്? രാവിലെയാണ്. അതിരാവിലെ എന്ത് ചെയ്യാണ്? ഉണ്ണിക്കതിരൻ, സൂര്യൻ ഉദിക്കുന്ന സമയം. ആ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യന്റെ ആ ഉദയത്തിൽ നമ്മുടെ ആകാശം ചുവന്ന് കാണുകയാണ്. ആ സമയത്താണ്, ഈ അതിരാവിലെ ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ, അങ്ങേലും ഇങ്ങേലും അതിന് അയലത്തെ പെണ്ണുങ്ങൾ, അടുത്തടുത്ത വീടുകളിലെ പെണ്ണുങ്ങൾ, അയൽപക്കത്തെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? പാഞ്ഞെണീറ്റന്യോന്യം ചൊല്ലി വിളിക്കയായി. അയൽപക്കത്തെ പെണ്ണുങ്ങൾ എണീറ്റ് പരസ്പരം വിളിക്കുകയാണ്, പേര് പറഞ്ഞ് വിളിക്കുകയാണ്. എന്തിനോ? വരൂ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ച് ജോലിക്ക് പോകാൻ പോവാണ്. എവിടെയാണ്? നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുവാണ്. അവിടേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പരസ്പരം എന്ത് ചെയ്യാണ്? പെണ്ണുങ്ങൾ അടുത്തുള്ള അയൽപക്കത്തുകാരൊക്കെ ഇങ്ങനെ അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുകയാണ്, വരൂ പോകാമെന്നതിനായിട്ട്. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റ്, പാഞ്ഞെണീക്കുന്ന വേഗത്തിൽ എണീറ്റ് അന്യോന്യം പേര് ചൊല്ലി വിളിക്കുകയാണ്. വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു. വേലി കണ്ടിട്ടുണ്ടാവുമല്ലോ, എപ്പോഴും മതിലാണ്. പണ്ട് വേലി, ആ ഒരു വേലിപ്പടർപ്പിലെ പച്ചിലകൾക്ക് ഉള്ളിൽ എന്ത് ചെയ്യണ? ഓലക്കിളികൾ ചിലച്ചിടുന്നു. അവിടുന്ന് കിളികൾ ഇങ്ങനെ ചിലക്കുകയാണ്. കിളികൾ എപ്പോഴാണ് ചിലയ്ക്കുന്നത്? രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ, സൂര്യൻ ആ പ്രഭാതത്തെ ഇവിടെ കാണിക്കുകയാണ് കേട്ടോ. പ്രഭാതത്തിൽ സ്ത്രീകൾ നിലത്തിൽ വേലയ്ക്കായിട്ട് പോവുകയാണ്. അതാണ് ഇവിടെ കവിത്രി പറയുന്നത്. ഓക്കെ, രാവിലെ നിലം ഉഴുതു മറിക്കുകയാണ്. ഉദയസൂര്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളെല്ലാം എഴുന്നേറ്റ് പാഞ്ഞെണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയൽപ്പക്കത്തെ സ്ത്രീകൾ പരസ്പരം വിളിക്കുകയാണ്. എന്നിട്ട് എവിടെ പോവാണ്? എന്നിട്ട് എന്ത് കേൾക്കുവാണ്? ആ സമയത്താണ്, ആ പ്രഭാത സമയത്ത് തന്നെ വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലയ്ക്കുന്ന ശബ്ദമുണ്ട് രാവിലെ. ചെന്നിക്കൽ കെട്ടിച്ചെരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ. ചെന്നി എന്ന് പറഞ്ഞാൽ നെറ്റിയാണ് കേട്ടോ. നെറ്റിയിൽ കെട്ടിച്ചെരിച്ചു, വളച്ചു കെട്ടി, എന്നാൽ ഇങ്ങനെ ചുറ്റി കെട്ടത്തില്ലേ നെറ്റിയിൽ? അവർ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വച്ചിട്ട് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നെറ്റിയിൽ ഇങ്ങനെ കെട്ടുന്ന കണ്ടിട്ടുണ്ടോ? പാടത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ. അതുപോലെ ചെന്നിക്കൽ കെട്ടിച്ചെരിച്ച് നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ. ചെമ്മേൽ എന്ന് പറഞ്ഞാൽ മനോഹരമായ, കുന്തളം എന്ന് പറഞ്ഞാൽ തലമുടി ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തലമുടി കെട്ടി വെച്ചിരിക്കുന്നില്ലേ, ആ തലമുടി കെട്ടുകളിൽ. ചെന്നിക്കൽ കെട്ടിച്ചെരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ, ആ നെറ്റിയിൽ കെട്ടി വളച്ചു വെച്ച മനോഹരമായ തലമുടി കെട്ടിൽ തുമ്മാൻ ചെരുതിയുടുപ്പുടു തുമ്പകളൊന്നു മേലാക്കം കയറ്റി കുത്തി. തിന്മാനുള്ളത് എന്ത് ചെയ്തു? തിരികെ വെച്ചു. ചെരുതി എന്ന് പറഞ്ഞാൽ തിരികെ വെക്കുക. അപ്പോൾ തുമ്മാൻ ചെരുതി, അവർക്ക് കഴിക്കാൻ ആവശ്യമുള്ളത്, തിന്നാനുള്ളത് അവർ അതിൽ തിരികെ വെച്ചു. ഉടുപ്പുട തുമ്പുകളൊന്നു മേലാക്കം കയറ്റി കുത്തി. ഉടുപുടവ എന്ന് പറഞ്ഞാൽ അവർ ഉടുത്തിരിക്കുന്ന തുണിയുടെ തുമ്പ് മേലാക്കം കയറ്റി കുത്തി. മേലേക്ക് എന്ത് ചെയ്തു? കയറ്റി കുത്തി വെച്ചു. ചുരുക്കി ഇങ്ങനെ വെക്കത്തില്ലേ, അങ്ങനെ കുത്തി വെച്ചു. കാലുപുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ
താമരത്താർ വിടർത്തി. കാല് പുതയുന്ന വരമ്പത്തിൽ ആ പാടത്തിലെ പാഴ്ചളിയിൽ ആ ചെളിയില് താമരത്താർ വിടർത്തി. താമര പൂക്കൾ വിടർത്തി എന്ന് പറഞ്ഞാല് താമരത്താർ വിടർത്തി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വരമ്പത്തെ പാഴ്ചെളിയില് കാലവർ എടുത്തു വച്ചപ്പോൾ അവരുടെ വിരൽ കാല് പുതയുന്ന വരമ്പിലൂടെ ചെളിയിൽ കാൽവിരൽ വിടർത്തത്തില്ലേ, നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടി, ചെളിയിൽ ചവിട്ടി നിൽക്കാൻ വേണ്ടി കാൽവിരൽ ഇങ്ങനെ വിടർത്തും. അത് എന്തിനോട് ഉപമിച്ചിരിക്കുകയാണ്? താമരത്താർ വിടർത്തി. ആ ചെളിയില് താമരപ്പൂക്കൾ വിടർത്തി എന്നാണ് വിടർത്തിയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കാല് പുതയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ. കാല് പുതയുന്ന വരമ്പത്തെ ആ ചെളിയില് കാൽവിരലുകൾ വിടർത്തി, അങ്ങനെ ഉറച്ചു നിന്നു. കാൽവിരലുകൾ താഴ്ത്തി മണ്ണിൽ ഉറച്ചു നിന്നു. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ പാഠത്തിലെ കാര്യങ്ങളുണ്ട്. ആദ്യം എന്താണ്? കന്നി നെൽക്കണ്ടം വിത്ത് വിതയ്ക്കാനായിട്ട് നിലം ഉഴുതു മറിക്കുന്നുണ്ട്. ആ സമയം മണ്ണിൻ പുതുമണം ഉയരുന്നു. സൂര്യരശ്മികൾ, പ്രഭാത സൂര്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ആകാശമൊക്കെ ചുവന്ന് കാണുന്നു. ആ സമയം എന്ത് ചെയ്യുന്നു? അയൽപ്പക്കത്തെ പെണ്ണുങ്ങൾ വേഗത്തിൽ എണീറ്റ് അന്യോന്യം പേര് ചൊല്ലി വിളിക്കുകയാണ്. ആ പ്രഭാത സൂര്യൻ വന്ന സമയത്ത് തന്നെ ഓലക്കിളികൾ വേലിപ്പടർപ്പിൽ നിന്ന് ചിലയ്ക്കുന്നു. ഇനി ആ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പാഞ്ഞെണീറ്റ് സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? എഴുന്നേറ്റിട്ട് ചെന്നിക്കൽ നെറ്റിയിൽ വളച്ച് കെട്ടി എന്ത് ചെയ്തു? ഇങ്ങനെ തോർത്തൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ വളച്ച് കെട്ടിയിട്ട് അവർക്ക് തലമുടി കെട്ടിൽ ഇങ്ങനെ വളച്ച് കെട്ടിയിട്ട് അവർക്ക് തിന്നാനുള്ളതിൽ തിരികെ വെച്ച് അവർ ഉടുത്തിരിക്കുന്ന തുണിയുടെ തുമ്പൊന്നു മേലേക്ക് കയറ്റി കുത്തി അവരെങ്ങോട്ട് ഇറങ്ങുകയാണ്? ആ വരമ്പത്തെ പാഴ്ചെളിയിൽ ഇറങ്ങി കാൽവിരലുകൾ നിലത്തിൽ അമർത്തി നിൽക്കുകയാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? താർ വിടർത്തി എന്ന് പറഞ്ഞാൽ കാൽവിരലുകൾ വിടർത്തി ചെളിയിൽ നിന്നു. ഓക്കെ. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ. മന്ദമുണരുക എന്ന് പതിയെ ഉണർന്നു. എന്താണ് ദിഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ? ദിക്കുകൾ. ദിഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദിക്കുകളെയാണ് കേട്ടോ പറയുന്നത്. കിഴക്ക്, തെക്ക്, വടക്ക്, ദിക്ക് പറയത്തില്ലേ? അപ്പം ഓരോ ദിക്കിലെയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രഭാതമായപ്പോൾ ഇങ്ങനെ പതിയെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണർന്നു വരികയാണ്. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ, നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി. നേരിയ മഞ്ഞ് പോലെ, ചെറിയ മഞ്ഞ്, രാവിലെ മഞ്ഞുണ്ടാവുമല്ലോ, രാവിലെ ഇടിക്കുമ്പോൾ മഞ്ഞ് കാണത്തില്ലേ? ആ മഞ്ഞിന്റെ തണുപ്പുമായി ഒരു പൂമഴ, ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഒന്ന് ചാറി. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു. ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. പച്ചിലക്കൂട്ടം, പച്ചിലകളും, പാടം, വയലുകളും, മാടം, ചെറിയ വീടുകളും, ചക്രവാളാന്തവും എങ്ങുമെങ്ങും, ആകാശത്തിന്റെ അങ്ങറ്റം, ആകാശം ഭൂമിയായിട്ട് തൊടുന്ന ഒരു ഇതാണ് ചക്രവാളം എന്ന് പറയുന്നത്. ആകാശം ഭൂമിയെ നമുക്ക് കടലിലേക്ക് നിന്ന് നോക്കുമ്പോൾ ആകാശം ഭൂമിയെ തട്ടുന്നതായിട്ട് തോന്നത്തില്ല. അതാണ് ചക്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആകാശം എങ്ങുമെങ്ങും എല്ലായിടത്തും ഒന്ന് കുളിർന്നു നനഞ്ഞു. അങ്ങനെ ആകാശത്തിന്റെ ഭൂമിയുടെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ എല്ലായിടവും എന്ത് ചെയ്തു? ഒന്ന് കുളിർന്നു നനഞ്ഞു. ഈ മഴയത്ത്, പൂമഴയത്ത് പച്ചിലക്കൂട്ടവും പാടവും ഇത് പ്രഭാതത്തിലാണ് കേട്ടോ. മഞ്ഞ് പോലെയുള്ള പൂമഴ, ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ട്. അതിൽ എന്തൊക്കെ നനഞ്ഞു? പച്ചിലക്കൂട്ടവും പാടവും മാടവും. മാടം എന്ന് പറഞ്ഞാൽ ചെറിയ വീടാണ്, കുടിൽ, ചെറിയ വീട്. ചക്രവാളാന്തവും എങ്ങുമെങ്ങും, എല്ലായിടവും. അങ്ങനെ ആകാശത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേ അറ്റം വരെ, ആകാശം ഇങ്ങേയറ്റത്ത് നിന്ന് ഭൂമിയെ ടച്ച് ചെയ്യുന്നത് മുതൽ, തൊടുന്നത് മുതൽ അങ്ങേ അറ്റത്ത് ഭൂമിയെ തൊടുന്നത് വരെ, അതുവരെ ചക്രവാളാന്തവും എങ്ങുമെങ്ങും ഒന്ന് കുളിർന്നു നനഞ്ഞു. എല്ലാം ഒന്ന് കുളിർന്നു നനഞ്ഞു. ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. കേരളമേ, നിന്നെ കാണാൻ ആലേഖ്യം, ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലെ എന്തൊരു സുന്ദരമാണ്. മനസ്സിലായോ? നമ്മൾ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? കേരളത്തിന് എന്താണ് നമ്മൾ ഇങ്ങനെ പ്രകൃതി മനോഹരമായ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ചിത്രത്തിൽ വരച്ച് വച്ചിരിക്കുന്ന ആലേഖ്യം എന്ന് പറഞ്ഞാൽ ചിത്രരചന, ചിത്രത്തിലൂടെ ഇങ്ങനെ കാണിക്കത്തില്ലേ? അതുപോലെ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലെ കേരളമേ നീ എന്തൊരു സുന്ദരം എന്ന് ഇവിടെ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
കിക്കിളി കൂട്ടി യുഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ. കിക്കിളി കൂട്ടി യുഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും. പൊക്കിള എന്ന് പറഞ്ഞാൽ നീർക്കുമിള. ഇങ്ങനെ 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 പൊങ്ങി ഇങ്ങനെ പൊട്ടത്തില്ലേ, കുമിള പൊട്ടത്തില്ലേ, നീർക്കുമിള, വെള്ളത്തിലുണ്ടാകുന്ന നീർക്കുമിള പൊട്ടത്തില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്? ഉഴവ് ചാലിൽ കൂടി കിക്കിളിയിട്ട്, അത് ഇക്കിളിയിട്ട് കുമിള, നീർക്കുമിള പൊന്തുന്ന വയൽ ചെളിയിൽ, ആ വയൽ ചെളിയിൽ മന്ദമിറങ്ങി, പതിയെ ഇറങ്ങി, നിരന്നു, പെണ്ണുങ്ങൾ ഇറങ്ങി കേട്ടോ, പെണ്ണുങ്ങൾ ഈ വയൽ ചെളിയിൽ ഇറങ്ങി നിരന്ന് നില കൊണ്ടു, നിരന്നു നിന്നു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ, മണ്ണിൻ്റെ മക്കളായ ഈ പെണ്ണുങ്ങൾ ഈ വയൽ ചെളിയിൽ പതിയെ ഇറങ്ങി നിരന്നു നിന്നു. ഓക്കെ. കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി. കുതിക്കുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോവുക. എന്താണ് വേഗത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്? ചെളിയിൽ വേഗത്തിൽ ഇങ്ങനെ കാലുകൾ മുന്നോട്ട് പോവുകയാണ്. അതിനനുസരിച്ച് എന്തും പോകുന്നു? കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ. ഈ ഞാർ എന്ത് ചെയ്യാണ്? അവർ കൈകൾ ഇങ്ങനെ അവർ അധ്വാനിച്ചിങ്ങനെ നടുകയാണ്. അവർ വേഗത്തിൽ ഇങ്ങനെ കിണഞ്ഞു പണിക്കുന്നതിന് പെട്ടെന്ന് ഇങ്ങനെ വയ്ക്കാനുണ്ടോ? അവരുടെ ഇടത് കയ്യിൽ ഞാറ് വെച്ചിരിക്കും. അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഞാറെടുത്തിട്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പൂഴ്ത്തി വെക്കും. കണ്ടിട്ടുണ്ടോ? വേഗത്തിൽ പോകും. അപ്പൊ ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി. കൈകൾ ഇങ്ങനെ വേഗത്തിൽ പണി ചെയ്യാണ്, ഞാറിന്മേൽ പണി ചെയ്യാണ്. ആ സമയം കാലുകൾ എന്ത് ചെയ്യാണ്? ചളിയിൽ ഇങ്ങനെ കുതിക്കാന് വെച്ച് ഇങ്ങനെ വേഗത്തിൽ പോവാണ്. കൈയും കാലും ഒരുപോലെ അധ്വാനിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കാലുകൾ വേഗത്തിൽ മുന്നോട്ട് പോകും. വേഗത്തിൽ ഒരു ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴെ വയലിൽ നിരയായി നീലനിരാളം വിരിയുകയായി. അവരിങ്ങനെ മുന്നോട്ട് ഈ ഞാറ് നട്ട് പോവല്ലേ. അപ്പോൾ വയലിൽ ഇങ്ങനെ നിരയായി അവരിങ്ങനെ ഞാറ് നട്ട് പോയപ്പോൾ നീലനിരാളം വിരിയുകയായി. അവർ നട്ട് കഴിഞ്ഞ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നീലപ്പട്ട് വിരിച്ചതുപോലെയായി. അവരിങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ്, അവരുടെ കാലുകൾ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ ഈ ഞാറ് നട്ട സ്ഥലങ്ങൾ നോക്കുമ്പോൾ വയലിൽ നിരയായി അവരിങ്ങനെ എന്ത് കാണുവാണ്? നീലപ്പട്ട് വിരിച്ചിരിക്കുന്നത് പോലെ കാണും. അവർ നിരയായി ഈ ഞാറ് നട്ടിരിക്കുന്നത് നീലപ്പട്ട് വിരിച്ചതുപോലെ ഇരിക്കുകയാണ്. വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനമാടുകയായി. വായുവില് കേരള വീരാപദാനങ്ങൾ, കേരളത്തില് ഈ ഞാറ് നടുമ്പോൾ കേൾക്കുന്ന പാട്ടുകളും ആ നാടൻ പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ഈ വായുവിൽ ഇങ്ങനെ നർത്തനമാടുകയാണ്. സന്തത തൂലികാ സാഹചര്യം കൊണ്ട്, സന്തത എന്ന് പറഞ്ഞാൽ നിരന്തരം എന്താണ്? ഈ എഴുതുന്നത്, എപ്പോഴും എഴുതുന്നത് മാത്രം സാഹചര്യമാക്കിയത് കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരമേ, ഈ നൊന്തിട്ട് എപ്പോഴും ഇങ്ങനെ നിരന്തരം തൂലിക കൊണ്ട് എഴുതുന്ന സാഹചര്യമായതുകൊണ്ട് നൊന്ത് മരവിച്ച എൻ്റെ കൈകളെ എന്നാണ് പറയുന്നത്. മൽക്കരം എന്ന് പറഞ്ഞാൽ കൈകൾ, ആ വിരൽ, ആ ഒരു ഇതാണ് കേട്ടോ, കൈകൾ. മഞ്ചുളം ഈ കലാസൃഷ്ടിക്കു മുമ്പില അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. മഞ്ചുളം എന്ന് പറഞ്ഞാൽ മനോഹരം. മഞ്ചുളം ഈ കലാസൃഷ്ടിക്ക്, മനോഹരമായ ഈ കലാസൃഷ്ടിക്ക്, നിരയായി പെണ്ണുങ്ങൾ ഞാറ് നട്ട് കാലുകൾ ചെളിയിൽ കുതിക്കുന്ന ആ ഒരു സൃഷ്ടി, കലാസൃഷ്ടി. ഈ കലാസൃഷ്ടി ആര് പഠിപ്പിച്ചു? ഏത് അധ്യാപകൻ പഠിപ്പിച്ചു? ഏത് കലാവിദ്യാലയത്തിൽ പോയി പഠിച്ചു എന്നാണ് ഈ കവിതയിൽ ചോദിക്കുന്നത്. അപ്പോൾ മഞ്ചുളം ഈ കലാസൃഷ്ടി, മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. അഞ്ജലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തൊഴുക, കൈകൂപ്പുക, തൊഴുക, ഭക്തിപൂർവം, ഭക്തിയോടെ എന്ത് ചെയ്യുക? ആ കലാസൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്കുക, കൈകൾ കൂപ്പുക. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ. അവരെന്ത് ചെയ്യാണ്? ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതെവിടെ നോക്കിയേ? കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ. കൈകൾ, ഒരു കയ്യിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഞാറ് വെച്ചിട്ടുണ്ട്. മറ്റേ കൈ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? ഞാറിനെ എടുത്ത് ഇങ്ങനെ മണ്ണിൽ പൂഴ്ത്തി വെക്കുകയാണ്. മണ്ണിൽ ഇങ്ങനെ നട്ട് പോവുകയാണ്. ആ നടുന്നതിനനുസരിച്ച് ഒരിടത്ത് നട്ട് കഴിഞ്ഞാൽ അടുത്ത് അവർ പിന്നിലേക്ക് പോയി വീണ്ടും അടുത്ത് നടും. അങ്ങനെ നിരയായി ഇങ്ങനെ പോവാണ്. അതാണ് ഇവിടെ പറയുന്നത്. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ.
ഒരു കയ്യിൽ നിന്ന് ഞാറെടുത്ത് ചെളിയിൽ ഇങ്ങനെ താഴ്ത്തുകയാണ്. ആ വിരൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരിങ്ങനെ മണ്ണിനടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുന്നത്. ഈ ചെളിക്കുള്ളിൽ ചെളി മണ്ണിലേക്ക് ഈ ഞാറിനെ നട്ടു വയ്ക്കുകയാണ്. അതാണ് നട്ടു വയ്ക്കുമ്പോൾ വിരലൊക്കെ എന്താവും, ചെളിയാവും. അതാണ് ഇവിടെ പറയുന്നത്, ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ. അതാണ് സ്ത്രീകൾ ഞാറ് നടുന്നത്. അത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് ഈ സ്ത്രീകളാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? വയലിൽ സ്ത്രീകൾ ഞാറ് നടുന്നതിനെ കുറിച്ചാണ് ഈ കവിത. വയലിൽ സ്ത്രീകൾ ഞാറ് നടുന്നതിനെ കുറിച്ചുള്ള കവിതയാണ്. ഇതാരാണ് എഴുതിയത്? കടത്തനാട്ട് മാധവി അമ്മ എഴുതിയ കവിതയാണ് ഗ്രാമശ്രീകൾ. കടത്തനാട്ട് മാധവി അമ്മ. ഗ്രാമശ്രീകൾ എഴുതിയതാരാ? കടത്തനാട്ട് മാധവി അമ്മ. അപ്പോൾ ഗ്രാമശ്രീകൾ എഴുതിയത് കടത്തനാട്ട് മാധവി അമ്മ. അപ്പൊ ഇത് മനസ്സിലായോ? ഗ്രാമശ്രീകൾ ഇവർ കണ്ടോ, ഇടത് കയ്യിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഞാറ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെളിയിൽ എന്ത് ചെയ്യാണ്? നടുവാണ് കേട്ടോ. നിരനിരയായിട്ട് നടുന്നുണ്ടോ? ഇവർ നിരന്ന് നിൽക്കുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. അവർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. തലയിൽ കെട്ട് കണ്ടോ? ഇനി ആ തുമ്പ് തുണി തുമ്പ് എന്ത് ചെയ്തിരിക്കുന്ന, അവർ ഉടുത്തിരിക്കുന്ന പുടവയുടെ തുമ്പ് അവർ മേലോട്ട് ഇങ്ങനെ കയറ്റി കുത്തി വെച്ചിരിക്കുകയാണ്. അവരുടെ കാല് കാണാം അതുകൊണ്ട് കേട്ടോ. അവർ കാലുകൾ വേഗത്തിൽ ഇങ്ങനെ പിന്നിലേക്ക് കുതിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? ഞാറ് വരി വരിയായി നട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഞാറ് നട്ടിരിക്കുന്ന ഈ ഭാഗം എന്തായിട്ട് കാണുന്നു? നീലപ്പട്ട് വിരിച്ചതുപോലെ കാണുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഈ ഞാറ് നടുന്നത് നിങ്ങൾ ഏത് വിദ്യാലയത്തിൽ പോയാൽ ഒരുമിച്ച് ഒരേപോലെ ഇങ്ങനെ നട്ട് പോവാ, നല്ല ഭംഗിയിൽ നട്ട് പോവാ. ഇത് നിങ്ങൾ ഏത് വിദ്യാലയത്തിൽ പോയാണ് പഠിച്ചത്? ഈ കല കൈവശമാക്കുവാൻ ഏതൊരു അധ്യാപകനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ഏത് വിദ്യാലയത്തിൽ പോയി പഠിച്ചു? ഏത് അധ്യാപകൻ കൂട്ടുനിന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രകൃതിയിൽ നിന്നും നമ്മൾ സ്വയമേ ആർജിച്ചെടുക്കുന്ന പാഠങ്ങൾ, അത് നമ്മൾ വിദ്യാലയത്തിൽ പോയി പഠിക്കുന്നതാണോ? അല്ല, പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് മനസ്സിലായോ? ഈ പാഠം മനസ്സിലായല്ലോ? ഇതാരാണ് എഴുതിയത്? ഗ്രാമശ്രീകൾ എഴുതിയതാരാ? കടത്തനാട്ട് മാധവി അമ്മ. ഓക്കെ, അടുത്ത പാഠം എന്താണ്? കുമ്മാട്ടി. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുമ്മാട്ടിയാണ്. കുമ്മാട്ടി തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പു വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ്, ഓണക്കാലത്താണ് നടക്കുന്നത്. വില്ല് കൊട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന, വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ്. ഒരു നാടോടിക്കല. കുമ്മാട്ടി എന്ത് കലയാണ്? നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി. ആ ദേശത്തുള്ളത്, തൃശ്ശൂർ ആ ദേശത്തുള്ള കളിയായതുകൊണ്ടാണ് ദേശക്കുമ്മാട്ടി. ഓക്കെ. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. നായർ സമൂഹം അവതരിപ്പിച്ചിരുന്നതാണ് ആദ്യകാലത്ത് ഈ കുമ്മാട്ടി. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. ദേശോത്സവമാണ്, ദേശീയോത്സവമല്ല, ദേശോത്സവം. ആ ദേശത്തിലെ ഉത്സവം. ഓക്കെ, എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മ, ഒരുമിച്ച് പങ്കെടുക്കുന്ന ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. കിഴക്കും പാട്ടുകര, കുറ്റുമുക്ക്, മരുതൂർ, യവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത്. അപ്പോൾ കുമ്മാട്ടിക്കളി ഇന്ന് കാണുന്ന ദേശങ്ങൾ ഏതൊക്കെയാണ്? കിഴക്കും പാട്ടുകര, കുറ്റുമുക്ക്, മരുതൂർ, യവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളി ഉണ്ട്. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത്. ഗ്രാമത്തിലെ വഴികളും മുറ്റങ്ങളുമാണ് ഇത് അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരങ്ങ്. ഓക്കെ, ഈ അവതരിപ്പിക്കുന്ന അരങ്ങുകൾ എവിടെയൊക്കെയാണ് അത് അവതരിപ്പിക്കുക? ഗ്രാമീണ വീഥികളിലും മുറ്റങ്ങളിലുമാണിത് ഈ ദേശീയ കലാരൂപമായ ദേശക്കുമ്മാട്ടി അവതരിപ്പിക്കുക. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും
ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദകലയ്ക്കുള്ളത്. കാർഷിക കൃഷിയുടെ സമൃദ്ധിയും പിന്നെ ആ ഗ്രാമത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും തനിമയാണ് ഈ ആചാര സങ്കല്പങ്ങളാണ്, ആ ദേശത്തിലെ ആചാരത്തിൻ്റെ സങ്കല്പങ്ങളാണ് ഈ വിനോദകലയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്താണ് പറഞ്ഞത് മനസ്സിലായല്ലോ. തൃശ്ശൂർ ജില്ലയുടെ പരിസരങ്ങളിൽ ഓണക്കാലത്തുള്ള വില്ലുകൾ തൊട്ട് വീട് തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി. പിന്നെ ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാരാണ് ഈ കുമ്മാട്ടി അവതരിപ്പിച്ചിരുന്നത്. ഇന്നെന്താണ് ഒരു ദേശോത്സവമായി, എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശോത്സവമായി അത് മാറിക്കഴിഞ്ഞു. ഇന്ന് തൃശ്ശൂരിലെ ഏതൊക്കെ ഗ്രാമങ്ങളിലാണുള്ളത്? കിഴക്കമ്പാട്ടുകര, കുറ്റുമുക്ക്, മരുതൂർ, യവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം, ഇവിടെയൊക്കെ ഇന്ന് കുമ്മാട്ടിക്കളിയുണ്ട്. ഇതിൻ്റെ അരങ്ങ് എവിടെയൊക്കെയാണ്? ഗ്രാമീണ വീഥികളും മുറ്റങ്ങളുമാണ് ഇത് അരങ്ങായിട്ട് ഉപയോഗിക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെ ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദകലയ്ക്ക് ഉള്ളത്. ഇത് വിനോദകലയാണ്, വിനോദത്തിനായിട്ട് ആ നാട്ടിലെ ദേശക്കാരെ ചെയ്യുന്നത്. ഓക്കെ, നാടോടിക്കല. ഓരോ ദേശക്കുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക. അതായത് അവരുടെ മുഖമല്ല കാണിക്കുന്നത്, അവരുടെ മുഖത്തിന് പകരം വേറെ എന്തെങ്കിലിൻ്റെയും മുഖം എന്ത് ചെയ്യും? അവരുടെ മുഖത്തിൻ്റെ സ്ഥാനത്ത് വയ്ക്കും. അതിന് പുറത്തിങ്ങനെ വേഷം കെട്ടും. ഓരോ ദേശക്കുമ്മാട്ടിയും അവർക്ക് ആശാന്മാരുണ്ടാവും. ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അധ്യാപകൻ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ അവരെ പഠിപ്പിക്കുന്നവർ. ഓരോ ദേശക്കുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക. മൂന്ന് കാര്യം: പൊയ്മുഖങ്ങൾ ഒരുക്കണം, അതിന് ചായം കൊടുക്കണം, ഇനി എന്ത് ചെയ്യണം? കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കണം. എന്തിനാണ് നമുക്ക് മുന്നോട്ട് പഠിക്കാം. വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ കുമ്മാട്ടി കളിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പൊയ്മുഖം, അതിന് ഓരോ ഇതിന് ദേശക്കുമ്മാട്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ വയ്ക്കുന്ന പൊയ്മുഖം സെലക്ട് ചെയ്യണം, അതിന് ചായം കൊടുക്കണം, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കണം, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കണം. ഇതൊക്കെയാണ് അണിയറ ഒരുക്കങ്ങൾ. താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ്. ഞാൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും പറയും. തള്ള, പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കിട്ടുന്നു. തള്ള, പന്നി ഇതുപോലുള്ള വേഷങ്ങൾ എന്ത് ചെയ്യും? ചിലരെന്ത് ചെയ്യും? എല്ലാ വർഷവും സ്ഥിരമായിട്ട് അത് തന്നെ അവർ ചെയ്യും. ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പർപ്പടകപ്പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വെക്കുന്നു. ശരീരം മറയ്ക്കാനാണ് ഈ പുല്ല്, കുമ്മാട്ടിപ്പുല്ല് എന്ന് പറഞ്ഞാൽ പർപ്പടക പുല്ലാണ് കേട്ടോ ഉപയോഗിക്കുക. കുമ്മാട്ടിപ്പുല്ലായിട്ട് ശരീരം മറയ്ക്കാൻ, കുമ്മാട്ടിയുടെ ശരീരം മറയ്ക്കാനുള്ള പുല്ലായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? പർപ്പടക പുല്ല്. ഈ പർപ്പടക പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ എന്ത് ചെയ്യും? ശേഖരിച്ചു വെക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടല്ലോ പർപ്പടക പുല്ല്. പുല്ലിൻ്റെ കട എന്ന് പറഞ്ഞാൽ അറിയാലോ, കടഭാഗം, ചുവട് ഭാഗം. പുല്ലിൻ്റെ കട എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ ചുവട് ഭാഗമാണേ, ആ വേരൊക്കെ വരുന്നില്ലേ, അതാണ്. പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ട് ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിര വള്ളി കൊണ്ടാണ് മെടയുന്നത്. ഈ പുല്ലിന് എന്താണ് ചെയ്യുന്നത്? പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ട് ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിര വള്ളി കൊണ്ടാണ് ഇത് മെടയുന്നത്. ഈ അവസ്ഥ, ഇത് ഓണത്തിനല്ലേ ഇത് കളിക്കുക. അപ്പോൾ ഈ അവസരങ്ങൾ ഏത് പാട്ടാ പാടുക? ഓണപ്പാട്ടുകൾ പാടും. പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കുന്നതിനാണിത്. അപ്പോൾ ഇതാരാണ് ഈ വേഷം കെട്ടി വരുന്നതെന്ന് ആരും അറിയാതിരിക്കാൻ എന്ത് ചെയ്യും? അവർ രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് ഈ കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? കുമ്മാട്ടിപ്പുല്ലെന്ന് പറഞ്ഞാൽ പർപ്പടകപ്പുല്ല്. ശരീരത്തിൽ അവരെന്ത് ചെയ്യും? ശരീരത്തിൽ ഇങ്ങനെ മറയ്ക്കും. അതിനായിട്ട് അവർ കാഞ്ഞിര വള്ളി കൊണ്ട് അതിനെ പ്രത്യേക രീതിയിൽ മെടഞ്ഞെടുക്കും. മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്നും മുകളിലേക്ക് കെട്ടുന്നു. ഇങ്ങനെ നീളത്തിൽ ഈ പുല്ലിങ്ങനെ മെടഞ്ഞു വയ്ക്കും. എന്നിട്ടത് കാലിൽ നിന്നും മുകളിലേക്ക് കെട്ടും. കാലിലും കയ്യിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്. ഈ പുല്ലിങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ കയ്യിലും കാലിലൊക്കെ 3 കെട്ടാണ്. മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് വീതം ഉണ്ടാവും. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു. തലയിൽ മുണ്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യും? എന്താണോ പൊയ്മുഖം വയ്ക്കുന്നത് ആ പൊയ്മുഖം വയ്ക്കും. ദൈവാധീനത്തിന് വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം.
കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു. കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒരുങ്ങിക്കഴിഞ്ഞിട്ട് നേരെ അവരുടെ ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കും. ഓരോ സംഘത്തിലും 5ഓ 6ഓ കുമ്മാട്ടികളും സംഘ നേതാവായി തള്ളയും ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞു പന്നി തള്ള ഈ 2 വേഷവും ചിലർ സ്ഥിരമായിട്ട് കെട്ടും. ഈ ഓരോ സംഘമായിട്ടാണ് പോവുക. ഈ ഓരോ സംഘത്തിൽ 5-6 കുമ്മാട്ടി ഉണ്ടാവും, സംഘ നേതാവായിട്ട് തള്ളയും ഉണ്ടാവും, തള്ള വേഷം കെട്ടിയവരും ഉണ്ടാവും. 4-5 പാട്ടുകാരുണ്ടാകും. ഏകതാളത്തിൽ കൊട്ടുന്ന 2ഓ 3ഓ വില്ലുകൊട്ടുകാരും. ഒരേ താളത്തിൽ വില്ല് കൊട്ടുന്ന 2ഓ 3ഓ പേര് ഉണ്ടാവും. ഇതാണ് ദേശക്കുമ്മാട്ടി. അപ്പോൾ ദേശക്കുമ്മാട്ടി ഒരു സംഘത്തിൽ 5ഓ 6ഓ കുമ്മാട്ടി, പിന്നെ ഒരു സംഘ നേതാവായിട്ടൊരു തള്ളക്കുമ്മാട്ടി ഉണ്ടാകും, പിന്നെ 4-5 പാട്ടുകാരുണ്ടാകും. ഈ വില്ല് കൊട്ടുന്ന ഒരേ താളത്തിൽ വില്ല് കൊട്ടുന്ന 2ഓ 3ഓ പേരുണ്ടാവും. ഇതാണ് ദേശക്കുമ്മാട്ടി. ഔപചാരികമായി അഭ്യാസക്രമങ്ങൾ ഇല്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഈ അഭ്യാസക്രമങ്ങൾ ഔപചാരികമായിട്ട് ഇതിങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള അഭ്യാസക്രമങ്ങളൊന്നും ഇതിനില്ലെങ്കിലും ഇതിന് പ്രത്യേക ചുവടുകളുണ്ട്. അതവർ ചെറുപ്പക്കാരെന്ത് ചെയ്യും? ഇത് കണ്ടും ചെയ്തും പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപകങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു. എങ്ങനെയാണ് ഓരോ കഥാപാത്രം എങ്ങനെയാണ് അവർ അവതരിപ്പിക്കേണ്ടത്, അവരുടെ ഭാവം, അവരുടെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആശാന്മാർ പറഞ്ഞു കൊടുക്കും. തിത്തോ തിമൃതോ തീയത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ്. അവർ എന്ത് വേഷമാണോ കെട്ടിയത് ആ വേഷത്തിന്റെ കഥാസന്ദർഭത്തിനനുസരിച്ച് അത് പകർന്നാടണമെങ്കിൽ അതിന് അഭ്യാസമുണ്ട്. ഇപ്പോൾ പന്നി മറച്ചില്ല, പന്നിയായിട്ട് കെട്ടുന്നത്, പന്നിയായിട്ട് വേഷം കെട്ടുന്നത്, പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ, ഇതൊക്കെ പരിശീലനത്തിലൂടെ കിട്ടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? കുമ്മാട്ടിയെ കുറിച്ച് മനസ്സിലായോ? ഇതാരാണ് എഴുതിയേ? CR രാജഗോപാലൻ എഴുതിയ കേരള ഫോക്ലോറിലുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ. CR രാജഗോപാലൻ. ആരാണ് കുമ്മാട്ടി എഴുതിയേ? CR രാജഗോപാലൻ എഴുതിയ കേരള ഫോക്ലോറിലെ ചെറിയൊരു ഭാഗമാണ് കുമ്മാട്ടി. മനസ്സിലായോ? ഇത് മനസ്സിലായോ? അപ്പോൾ ഒരു ദേശകലാരൂപമാണ് കുമ്മാട്ടിക്കളി. ഇപ്പോൾ ഓണത്തിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റിവിഷനാണ്, നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ വേണ്ടി, ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി കഥ മുഴുവനായിട്ട് വായിക്കുവാണ്. ഇനി മൂന്നാമത്തെ പാഠം എന്താണ്? വിത്തെന്ന മഹാത്ഭുതമാണ് മൂന്നാമത്തത്. വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. വിത്ത് ശേഖരിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 80% മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. വിളവെടുക്കേണ്ടത് എപ്പോഴാണ്? ആ ഫലം 80% മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. 80% മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം. വിത്തിനെടുക്കേണ്ടത് 80% മൂപ്പേ പാടുള്ളൂ. 100% പാടില്ല. നല്ലതുപോലെ വിളവ് വരാനും പാടില്ല. കാരണം 100% മൂത്തുപോയാൽ വിത്തിന്റെ ഗുണം കുറയും. 100% വിത്ത് വിളഞ്ഞാൽ എന്ത് ചെയ്യും? വിത്തിന്റെ ഗുണം കുറയും. അപ്പോൾ വിത്ത് 80% മാത്രമേ മൂപ്പാകാൻ പാടുള്ളൂ. വിത്തിന് മാത്രമല്ല, 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത്. ഭക്ഷണത്തിനും 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് നല്ലത്. അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഏത് കൃഷിയായാലും അതങ്ങനെയാണ്. നാളികേരമോ അടയ്ക്കയോ എന്തുമായിക്കൊള്ളട്ടെ, 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. അപ്പോൾ നല്ല വിളവായത് വിത്തിനെടുക്കാം എന്ന് പറഞ്ഞാൽ അത് വിത്തിന് കൊള്ളത്തില്ല.
ഇനി മൂപ്പാകാത്തതും വിത്തിന് കൊള്ളത്തില്ല. 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അപ്പോൾ ഈ വിളവായി ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ, 3 മാസമാണെങ്കിൽ 1.5 മാസം, അല്ലെങ്കിൽ എത്ര മാസമാണ് അത് നിൽക്കുക കായ്ക്കുക, അപ്പോൾ അതിൻ്റെ പകുതിയാകുമ്പോൾ, ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നത് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു. ആ നെല്ലിനെ കൊയ്തു കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കൊഴിച്ചെടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക? 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കും. അപ്പോൾ വയലിൽ പോയി 80% വിളവായ നെല്ല്, ആ ഒരു പകുതി സമയത്ത് 80% വിളവായ ആരോഗ്യമായ നെല്ല് കൊയ്തെടുത്തുകൊണ്ട് വന്ന് അതിനെ കൊഴിച്ചെടുക്കും. കൊഴിച്ചെടുത്തിട്ടോ 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കും. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല നെൽവിത്തുകളായി മാറുന്നത്. ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്. നെല്ലിന് മാത്രമല്ല, ഏത് ഇനമാണെങ്കിലും, ഏത് വിത്ത് നിങ്ങൾ ശേഖരിക്കുവാണേലും 80% മൂപ്പെത്തിയതിൽ നിന്ന് വിത്തെടുക്കണം. ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് വിത്തെടുക്കണം. അതെന്ത് ചെയ്യണം? വെയിലത്തും മഞ്ഞത്തും ഇട്ട് അതിനെ നന്നായിട്ട് വെയിലും കാറ്റുമൊക്കെ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. ഏത് ധാന്യമണി? ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് എല്ലാ വിത്തും എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വിത്തിനായിട്ട് ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർ വള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക. പയറിൻ്റെ വിത്ത് എടുക്കണമെങ്കിൽ ആ ഒരു നീളമുള്ള പയറിലെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും താഴെയും മുകളിലുള്ള വിത്ത് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, അത് കളയണം. അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കണം. വിത്തിനായിട്ട് നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കണം. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ പയറിൻ്റെ മധ്യത്തിൽ നിന്നുള്ളതാണ് വിത്തിനായിട്ട് എടുക്കേണ്ടത്. ആദ്യം കായ്ക്കുന്നത്, ഇത് മധ്യത്തിൽ നിന്ന്, അത് ഒരു ചെടി നട്ട് അതിൻ്റെ മധ്യഭാഗം ആദ്യം കായ്ക്കുന്നത് എടുക്കാൻ പാടില്ല. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായിട്ട് എടുക്കരുത്. ആദ്യം കായ്ക്കുന്ന ഒരു ചെടിയിൽ ആദ്യമായിട്ട് കായ്ക്കുന്നത് വിത്തിനായിട്ട് എടുക്കരുത്. 3 മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ. അപ്പോൾ വിത്തിൽ ആദ്യം ചെടിയിൽ ഉണ്ടായ പയറിൽ നിന്ന് വിത്തിനായിട്ട് എടുക്കരുത്. 1.5 മാസം, അത് 3 മാസമാണെങ്കിൽ 1.5 മാസം, പകുതിയാകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വിളയുടെ കാലം എത്രയാണോ അതിൻ്റെ പകുതിയാകുമ്പോൾ അതിൽ നിന്ന് ആരോഗ്യമുള്ള വിത്തുകൾ ശേഖരിക്കണം. അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത്, അവസാനം കായ്ക്കുന്നത് എടുക്കരുത്. നടുവിൽ നിന്ന് തന്നെ എടുക്കണം. ഇടയ്ക്ക് കായ്ക്കുന്ന ഒരു വിത്ത്, ഒരു കായിൽ നിന്നും വിത്ത് ശേഖരിക്കണം. ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത്. വിത്തുകൾ ശേഖരിക്കേണ്ടത് ഈ രീതിയിലാണ്. നെൽക്കതിരിൻ്റെ 2 അറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്ക് നിന്നുള്ള മണികൾ എടുക്കണം. ഇനി വിത്ത് എടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് മുകളിലിരിക്കുന്നത് താഴെ ഇരിക്കുന്നത് എടുക്കരുത്. നടുക്കുള്ള നല്ല മണികൾ, നല്ല വലിയ മണികൾ എടുക്കണം. ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചെടിയെ അതുപോലെ മറ്റൊരു ചെടി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം? ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. ഈ വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു, പുകയിൽ ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ശേഖരിക്കുന്ന വിത്തിന് ഊർജം, കരുത്ത്, നല്ല സ്ട്രോങ് ആവണം, നല്ല വിത്താകാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ വെയിലത്ത് വയ്ക്കാതെ, പുകയത്ത് വയ്ക്കാതെ കീടനാശിനി മുക്കിയിട്ട് വിത്തുകൾ വയ്ക്കും. ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ 14 ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു.
അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയുമായിട്ട് ഈ വിത്ത് പ്രകൃതിയുടെ ഇതിൽ അനുസരിച്ച് നല്ല രീതിയിൽ വിളവ് തരും. പ്രതിരോധശേഷി, സ്വാഭാവികമായ പ്രതിരോധശേഷി വിത്തിനുണ്ടാവും. പെട്ടെന്ന് കേടായി പോകത്തില്ല, അതിന് ഫംഗസ് ബാധയൊന്നും ഉണ്ടാവത്തില്ല. നല്ല ഒരു പ്രതിരോധശേഷി ഈ വിത്തിനുണ്ടാവും. ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ടാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ മുള, ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ, കുട്ട എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഈ ശേഖരിച്ച് വയ്ക്കുന്നതിൽ എന്തിലൊക്കെയാണ്? മുള, ഈറ്റ ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയ കൊമ്മ, കുട്ട ഇവയിലാണ് പണ്ട് ഈ വിത്തുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതുകൂടാതെ കച്ചി കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന വിത്ത് മുട എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ആകൃതി ഒരു പന്തല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ്. വിത്തുമുട, കച്ചി കൊണ്ടുണ്ടാക്കി എടുക്കുന്ന വിത്തുമുട എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ആകൃതി പന്ത് പോലെയാണ്. ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കിട്ടും. മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് ആ നാര് പോലെ ആക്കിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിച്ചാണ് ഈ ഇത് ഉണ്ടാക്കുക, വിത്തുമുട ഉണ്ടാക്കുക. വയനാട്ടിൽ വിത്ത് പാകുന്നത് 2 സമയത്താണ്. പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും. പൊടിഞ്ഞാറ്, ചെളിഞ്ഞാറ്, വിത്ത് പാകുന്ന 2 സമയം. പൊടിഞ്ഞാറ്, ചെളിഞ്ഞാറ്. വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത്. വിത്ത് പാകാൻ സമയമാകുമ്പോൾ വിത്ത് പുറത്തെടുക്കും. മേടമാസത്തിൽ ആദ്യ മഴ പെയ്ത് കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത്. മേടമാസത്തിൽ ആദ്യ മഴ പെയ്ത് കഴിയുമ്പോൾ വിത്ത് പാകി തുടങ്ങും. ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത്. ആദ്യം നല്ല മൂപ്പ് കൂടിയ വിത്തുകൾ എടുക്കും. അത് ആദ്യം ശേഖരിച്ച വിത്തുകൾ എടുക്കും. അതായത് 8 മാസം 10 മാസം മൂപ്പുള്ള വിത്തുകൾ. ഈ വിത്തുകൾ ഇടവപ്പാതിയാകുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും. മേടമാസത്തിൽ ആദ്യം മഴ കഴിയുമ്പോൾ വിത്ത് പാകും. അത് ഇടവപ്പാതിയാകുമ്പോൾ പറിച്ചു നടാൻ പാകമാകും. പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. പണ്ടെന്താണ്, ദിവസങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതും ആ മൂപ്പ് നോക്കുന്നതും ഇതൊന്നും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. എപ്പോൾ അതിനെ നടണം, പാകണം, എപ്പോൾ മുളച്ചു വന്നതിനെ എപ്പോൾ പറിച്ചു നടണം, ഇതൊന്നും പണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല. 6 മാസം അല്ലെങ്കിൽ 180 ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. മൂപ്പ് കൂടുന്നതനുസരിച്ച് അത് 180 ദിവസം 6 മാസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ച് നടണം. അതായത് 6നെ 7 കൊണ്ട് ഗുണിക്കുന്നു. 7 6 42. ഇനി 4 മാസം പ്രായമുള്ള വിത്താണെങ്കിൽ 7 4 28. അപ്പോൾ എത്ര മാസമാണോ പ്രായമുള്ളത് അതിനെന്ത് ചെയ്യണം? 7 കൊണ്ട് ഗുണിക്കണം. ആ ദിവസത്തിനുള്ളിൽ ആ മുളച്ച് വന്നതിനെ പറിച്ചു നടണം. ഇതാണ് കണക്ക്. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല. പണ്ട് വിദ്യാഭ്യാസം കുറവായിരുന്നാൽ എപ്പോൾ പറിച്ചു നടണം, എപ്പോൾ നടണം, ഇതൊന്നും കാരണവന്മാർ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. പ്രകൃതിയുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാനായിട്ട് ഈ വിദ്യാഭ്യാസം ഉപകാരപ്പെട്ടു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ്. ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല. വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി. വിളയിൽ വ്യത്യാസം ഉണ്ടാവുമ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ കൃഷിയിൽ നിന്ന് വിളവ് കുറഞ്ഞാൽ എന്തുകൊണ്ടാണ്, വിളവ് കൂടിയാൽ അതെങ്ങനെയാണ് വിളവ് കിട്ടിയത്, ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ച് തുടങ്ങി, വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി, അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നത്. ഒരാൾ കൃഷി ചെയ്ത് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആൾ ആ കൃഷി ചെയ്യാൻ പോകുമ്പോൾ കർഷകരോട് സംസാരിക്കും അല്ലേ. അങ്ങനെ ആശയവിനിമയത്തിലൂടെയാണ് അറിവുകൾ കിട്ടുന്നത്.
കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ പ്രധാനം. അപ്പോൾ കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം, കൃഷിയെക്കുറിച്ച് അറിയാനുള്ള ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ പ്രധാനം. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ച് നടുന്നതുമെല്ലാം. കൊയ്ത്തിന്റെ സമയമാവുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും. ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് എന്തുണ്ടായി? വിളവെടുക്കുന്ന സമയം, വിത്തിനങ്ങളുടെ മൂപ്പ് ഏകദേശം തുല്യമായിട്ട് കണക്ക് നോക്കിയാണ് ചെയ്യുന്നത്. ആ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു. ഇന്ന് ആ ഒരു രീതിയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാരാണ് എഴുതിയത്? ചെറുവയൽ രാമന്റെ ആത്മകഥയിലുള്ള ഭാഗമാണ്. ചെറുവയൽ രാമന്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അടിസ്ഥാന പാഠാവലിയിൽ 3 പാഠങ്ങളാണുള്ളത്. ഈ 3 പാഠങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായായിരുന്നോ? ഒന്നാമത്തെ യൂണിറ്റ് കതിർചൂടും നാടിൻ പെരുമകൾ എന്നതാണ്. അതിലുള്ള 3 പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം ഗ്രാമശ്രീകൾ, രണ്ടാമത് കുമ്മാട്ടി പഠിച്ചു, മൂന്നാമത് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ 3 പാഠത്തിനെയും കഥ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക.